ഇന്ന് കുറച്ച് മത്തി മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ചാള എന്നും പറയും. അപ്പോൾ ഇതൊന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതാ കത്തി വെച്ചിട്ട് ഇതുപോലെ മേൽപോട്ടായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെതമ്പലെല്ലാം പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും. ഇതുപോലെ രണ്ട് ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സൈഡിലുള്ള മുള്ളും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മത്തിയുടെ തലഭാഗം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ തലയുടെ ഈ ഒരു കണ്ണൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുടലെല്ലാം കളഞ്ഞിട്ട് സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള മീനും ഞാൻ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മത്തിയുടെ തലഭാഗം ഇഷ്ടമല്ലാത്തവർക്ക് ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഈ മത്തിക്ക് മുട്ടയില്ല കേട്ടോ. മുട്ടയുള്ള മത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ മത്തിയുടെ മുട്ടയൊക്കെ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പ് വെള്ളത്തിൽ ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 3 പ്രാവശ്യം നല്ലതുപോലെ തന്നെ ഒന്നുകൂടി കഴുകിയെടുക്കണം. മത്തി കഴുകിയ വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പൊക്കെ നന്നായി വളർന്നോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു മുളകും തൈ ഉണ്ട്, അപ്പോൾ അതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുള്ള ചാള മീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.